السلام عليكم ورحمة الله. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. ബഹുമാനികളെ, അമേരിക്കയും ഇസ്രയേലും ഇറാനിന് എതിരെ ഇപ്പോൾ നടത്തുന്ന അതിക്രമവും ഫലസ്തീനികളോട് നടത്തുന്ന അക്രമവും ഇതിനു മുന്നിൽ അറബ് ലോകം ഇനിയും നിസ്സംഗത പാലിക്കുകയാണെങ്കിൽ ദൂരവ്യാപകമായി അനുഭവിക്കേണ്ടി വരുന്ന അറബ് ലോകത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രത്യാഘാതം അത് വലുതായിരിക്കും എന്നതാണ് പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസും സാഹചര്യങ്ങളുമെല്ലാം ആ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകണം. നമുക്ക് ഓരോരുത്തർക്കും ഇതിൻ്റെ എല്ലാം പ്രത്യാഘാതം ബാധിക്കുന്നതാണ്. അറബ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സുരക്ഷിതരാണ്. കഅബ ശരീഫിലേക്ക് വെടി ഉതിർക്കുക എന്നത് പോയിട്ട് ഒരു കല്ലെടുത്തെറിയാൻ പോലും ഇപ്പോൾ കഴിയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാക്കുണ്ട്. എന്താ അത്? സതുഹ്ദമുൽ കഅബതു, കഅബ പൊളിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിലും ചുറ്റുപാടിലും കഅബയിലേക്ക് അടുക്കാൻ കഴിയില്ലെങ്കിലും തങ്ങളുടെ വാക്ക് അന്വർത്ഥമാകുന്നതിലേക്ക് സാഹചര്യങ്ങൾ പോകും എന്നുള്ളതാണ്. ഇപ്പോൾ ഇറാനെ അമേരിക്ക ആക്രമിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നു. എവിടെ നിന്നാണ് ഈ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത്? അമേരിക്കയിൽ നിന്നുകൊണ്ടല്ലോ. പശ്ചിമേഷ്യയിൽ 19ഓളം അമേരിക്കൻ താവളങ്ങളുണ്ട് എന്നാണ്, സൈനിക താവളങ്ങളുണ്ടെന്നാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഖത്തറിൽ അൽ ഉദൈദ് എന്ന് പറയുന്ന സൈനിക താവളം. 13,000 സൈനികരാണ് അവിടെ ഉള്ളത്. ഖത്തറിൽ അൽ ഉദൈദ്. ബഹ്റൈനില് NSA, അവിടെ 7,000 സൈനികങ്ങളാണ് ഉള്ളതെന്ന് അറിയപ്പെടുന്നത്. കുവൈറ്റില് അരീഫ് ജാൻ. സൗദിയിൽ 3,000 പേരുണ്ടെന്ന് പറയുന്നത് അമേരിക്കയിലെ സൈനികർ. ഇവിടെ നിന്നുകൊണ്ടാണ് ഇവർ ഇറാൻ ആക്രമിക്കാൻ പോകുന്നത്. ആർക്കാ ബാധിക്കുന്നത്? ഇത് വലിയ അപകടകരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാക്ക് വളരെയധികം ശ്രദ്ധേയമാണ്. തങ്ങൾ പറയുന്നു, സയകൂനു സമാൻ, ഒരു കാലം വരാനുണ്ട്, ലാ യൻജു ഫീഹി, ആ കാലത്തിൽ രക്ഷപ്പെടുകയില്ല, ഇല്ലാമൻ, ഒരുത്തനല്ലാതെ, ദഅ, അവൻ ദുആ ചെയ്യുന്നു അല്ലാഹുവിനോട്, ദുആ അൽ ഗരീഖ്, വെള്ളത്തിൽ മുങ്ങി മരണത്തോട് അടുക്കുന്ന സമയത്തുള്ള ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്നും ഉണ്ടായിത്തീരുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന, അതുപോലെ ദുആ ചെയ്യുന്ന ആള് മാത്രമേ അക്കാലത്ത് രക്ഷപ്പെടുള്ളൂ. തങ്ങൾ പറഞ്ഞത് കേട്ടോ. എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ പോരാന്നർത്ഥം. മരണത്തോട് മല്ലടിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ആ സമയത്ത് അതുപോലെ ദുആ ചെയ്യുന്ന ആൾക്ക് മാത്രമേ അക്കാലഘട്ടത്തിൽ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ ഒരു അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവിധ സമാധാനവും റാഹത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്ത് അല്ലാഹു തആല സമാധാനം നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ ഈ ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലിഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.